ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയാണ് നമുക്ക് ന്യൂസ് വൺ മോർണിംഗിലുള്ളത്. ഹരിനാരായണൻ, ആർട്ടിസ്റ്റ് ഹരിനാരായണനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ന്യൂസ് വൺ മോർണിംഗിലേക്ക്. നമുക്കപ്പോൾ ആദ്യം തന്നെ കഹേ കബീറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടൻ കലാനഗരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കഹേ കബീറിനെ സ്വീകരിക്കാനായിട്ട്. കബീർ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. 99-ൽ AKG സെൻട്രൽ ട്രിവാൻഡ്രത്ത് വി മെയ്ഡ് ഇവൻറ്റ്. അതൊരു വലിയ ഇവൻ്റ് ആയിരുന്നു. ലൈക്ക് ലാറി ബക്കർ, അതുപോലെ ONV കുറുപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് കവികളും കലാകാരന്മാരും എല്ലാവരും കൂടെ ഉള്ളൊരു എൻറ്റിറ്റി ആയിരുന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. കേരളത്തിലാകെ കബീർ ചരിതം എന്നുള്ള പേരിൽ കേളുനായർ എന്ന് പറയുന്ന പഴയൊരു നാടകക്കാരൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മളാണ് ഇവിടെ കബീർ ഒരു ആർട്ട് എൻറ്റിറ്റി ആയിട്ട്. സോ ഇറ്റ്സ് നോട്ട് ഓൺലി മ്യൂസിക്, തിയേറ്റർ ഉണ്ട്, പെയിൻറ്റിങ് ഉണ്ട്. സോ ഞാൻ ബേസിക്കലി മ്യൂസീഷ്യൻ ആണെങ്കിൽ ഐ ഗോട്ട് ഇൻ ടച്ച് വിത്ത് ഈ ഇത്തരം എല്ലാ എൻറ്റിറ്റിയായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. സോ വി ഫ്ലോക്ക് ടുഗദർ. അത് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റീസിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുവിധം എല്ലാ സിറ്റീസിലും. സോ കബീർ ഫെസ്റ്റിവൽസിന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഐ ഹാവ് ടു ടോക്ക് ടു മച്ച് ഓൺ ദാറ്റ്. എന്തായാലും കബീർ ഇസ് വെരി റിലവൻറ്റ്. ഇപ്പോൾ കബീർ ഫിനോമിന വളരെ റിലവൻ്റ് ആണ്. കാരണം ഇന്ത്യയിലൊരു വല്ലാത്ത ഈ നമ്മുടെ സോഷ്യൽ ഗിൽഡ് ടൈപ്പിസ്ട്രി ഒക്കെ തകരാറായി നിൽക്കുകയാണ്. സോ സം ഫാസിസ്റ്റിക് എലിമെൻ്റ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. സോ അപ്പോൾ അത് നമ്മളൊരു ടേക്ക് കെയർ എന്ന് പറയുന്ന രീതിയിൽ കബീറിനെ വി ആർ ബ്രിങ്ങിങ് ടു ദ ലീനേജ്. അതൊരു 15-ാം നൂറ്റാണ്ട് തൊട്ട് ഇന്ത്യയിൽ ചർക്കൊക്കെ കബീറിനുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ഫ്ലാഗിൽ കാണുന്ന ഗാന്ധി കൊണ്ടുവന്ന ഈ ചർക്ക, അതുപോലെ ടാഗോർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കബീറാണ്. സോ നമുക്കങ്ങനെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. അതൊക്കെ ഇവിടെ സംസ്കരിക്കപ്പെട്ടു പോയി വേറെ പല രീതിയിലും കോർപ്പറേറ്റുകൾ യജ്ഞവും പദ്ധതികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് വൈ വി തോട്ട് ദാറ്റ് ഇതൊരു വലിയ എൻറ്റിറ്റി ആക്കി കോഴിക്കോട് ചെയ്യാം. ഈ കഹേ കബീർ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കബീറിൻ്റെ ആ രചനകളെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ ഒരു സങ്കല്പം വരുന്നത്? ഹൈലി റിഫൈനിങ് ആണ്. ഓരോ ദിവസവും കബീർ ഗിവ്സ് അസ് ലൈക്ക് റിവറാണ് കബീറിൻ്റെ ഒരു ഗംഗ. ലൈക്ക് ഗംഗ ദ ലൈഫ് ഫ്ലോസ്, ലൈക്ക് റിവർ ഓൺലി വൺസ് ഫ്ലോസ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൺലി വൺസ്, കഴിഞ്ഞാൽ ഇല്ല. സോ എവറിത്തിങ് ഈസ് ന്യൂ ഇൻ ഫ്രണ്ട് ഓഫ് us. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം കബീറിലുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി മച്ച് ലൈക്ക് നമുക്ക് ഈ ശ്രദ്ധയൊക്കെ നഷ്ടപ്പെടുന്ന കാലമാണ്. വി ആർ ലിവിങ് ഇൻ എ വെർച്വൽ ലൈഫ്, ലൈക്ക് ഡിജിറ്റലി വെർച്വൽ. അപ്പോൾ കുറച്ചും കൂടി ഡൗൺ ടു എർത്ത് ആയിട്ട് ആൾക്കാർക്ക് റിയൽ ആവാൻ പറ്റുന്ന ഒരു എലിമെൻ്റ് കബീറിലുണ്ട്. ടു ബി ട്രൂത്ത്ഫുൾ, ടു ബി വിത്ത് ദ സെൽഫ്. അങ്ങനെ ഒരുപാട് ഈ ഒബ്സസ്ഡ് അല്ലാത്ത ഒരുപാട് ആത്മീയ അംശങ്ങളുണ്ട്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്, വായിച്ചിട്ടുണ്ട്. യാത്രകളുടെ ഭാഗമായിട്ടാണ് കബീറിന്റെ ആശയങ്ങളും രചനകളും കൂടുതൽ അടുത്ത് പഠിച്ചതെന്നും കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അതിലേക്കുള്ളൊരു പ്രചോദനം? അത് അറിയാൻ താല്പര്യം ഉണ്ടാവും നമ്മൾക്കൊക്കെ. യാത്ര ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പ്രോഗ്രാമൊക്കെ വായിക്കുന്നുണ്ട്. സോ ഫ്രം ദെയർ ഓൺവേർഡ്സ് യാത്രകളുണ്ട്. അവിടുന്ന് തുടങ്ങിയ യാത്ര പിന്നീട് ഇറ്റ് ബിക്കെയിം ഈ ഒരു പിൽഗ്രിമേജ് പോലെ ആയത്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് എത്ര യാത്ര ചെയ്താലും തീരാത്തൊരു സ്ഥലമാണ്. വി ഹാവ് ടു മോർ എക്സ്കവേറ്റ് ഇന്ത്യ. ലൈക്ക് അത് ഇപ്പോഴും നമുക്കറിയാത്ത ഒരുപാട് ഏരിയ ഉണ്ട് ഇന്ത്യയിൽ, വിച്ച് ഈസ് വെരി കളർഫുൾ, വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. വി ഷുഡ് ബി പ്രൗഡ്. ലൈക്ക് നമുക്കറിയില്ല. വി ആർ സെല്ലിങ് ഇറ്റ് ലൈക്ക് ടൂറിസം, ദാറ്റ് ദീസ് കോർപ്പറേറ്റ്സ് എഗെയിൻ ഹാൻഡ്ലിങ് കുംഭമേള, ഇത്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ഡിസ്റ്റർബിങ് എലിമെൻ്റ് ഉണ്ട് വിച്ച് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് us. അപ്പോൾ നമ്മൾ ഒന്ന് കെയർ ചെയ്താൽ ഇതെല്ലാം കറക്റ്റ് ആവുന്നതാണ്. ദാറ്റ്സ് വാട്ട് മ്യൂസിക് ഈസ് ദ ബെസ്റ്റ് വേ ടു സേ ദിസ്. നമ്മളിത് ശ്രുതിബദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈ ഇലക്ട്രിഫൈഡ് അല്ല. അങ്ങനെ കുറേ മാനുവൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കോഴിക്കോട് നഗരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കോഴിക്കോട് നഗരം. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ട് കോഴിക്കോട് നഗരത്തിൽ താങ്കൾക്ക്. ഇപ്പോഴും ആ സുഹൃദ് വലയം കാത്തു സൂക്ഷിക്കാൻ, ഈ കലാപാരമ്പര്യമുള്ള സുഹൃദ് വലയം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ മരിച്ചുപോയി. ബാവുക്കോട്ട്, അബ്ദുൽ ഖാദർ ബാവുക്ക, അത് സുഹൃത്തുക്കളല്ലെങ്കിൽ എൻ്റെ വളരെ
ഗുരുതുല്യരായിട്ടുള്ള ഒരുപാട് പേര് കോഴിക്കോടുണ്ട്. നമ്മുടെ ട്രഡീഷൻ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നതിന് വലിയ വലിയ പാരമ്പര്യമുണ്ട്. അതിലിപ്പോൾ അടുത്ത് നജ്മൽ ബാബു വരെ ഇവരൊക്കെ കൂടെ എനിക്ക് ഇരിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റിയെന്നുള്ളതിന് വലിയ ഭാഗ്യമാണ് ഒരു കോഴിക്കോട്ടുകാരെന്നുള്ളത്. എനിക്ക് പുറത്തു പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വലിയ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധം തന്നെയാണ്. ദാറ്റ് പീപ്പിൾ റെക്കഗ്നൈസ് ദാറ്റ്. അടിസ്ഥാനപരമായിട്ട് അപ്പോൾ കോഴിക്കോട്ടുകാരൻ തന്നെയാണ്. കോഴിക്കോടിന്റെ സാംസ്കാരിക കലാ പാരമ്പര്യം തന്നെയാണ് ഹരിനാരായണൻ എന്ന താങ്കളിലും ഉള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വേറൊരു സ്റ്റൈലിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ കലാപാരമ്പര്യം മാറുന്നത്? ഇല്ല, ഇത് ദാറ്റ്സ് ദേർ. ഇതൊന്നും നമുക്ക് നെഗേറ്റ് ചെയ്തിട്ടൊരു ലൈഫില്ല. ബട്ട് വി ഹാവ് ടു തിങ്ക് ദാറ്റ് നമ്മൾ എന്ത് കേൾക്കണം, നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് പറയണം എന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കോൺഷ്യസ്നെസ്സിന് തകർക്കുന്ന രീതിയിലുള്ളൊരു വലിയ സം പ്രഷർ ഇസ് കമ്മിങ് ലൈക്ക്. സോ അതും വി ഹാവ് ടു ടേക്ക് കെയർ. ബാബുരാജ് സാർ, യേശുദാസ് സാർ, അതുപോലെ ജോൺ എബ്രഹാം അവരോടൊക്കെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ബാബുരാജിൻ്റെ കൂടെ ഒന്നും എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഐ നോ ദാറ്റ് ആ മെഹഫിലിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വളരെ കുട്ടിയാണെന്നത്. അത് കഴിഞ്ഞ് ജോണിനായിട്ടുള്ള അനുഭവം എന്നൊക്കെ പറയുന്നത് ഒരു 10-22 വയസ്സ് 23 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പോൾ എനിക്ക് 55 വയസ്സായി. ഒരു സിനിമയിലും ഉണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിലും അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഐ എം സ്റ്റിൽ സെർച്ചിങ് ഫോർ സംതിങ് വിച്ച് ഇസ് കംഫർട്ടബിൾ ടു മീ. അതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം ആദർശങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് പഴയ പോലെ തന്നെ യാത്ര അല്ലേ? യാത്രയാണ് കൂടുതൽ രസം. കലയും യാത്രയും. യാത്രയുടെ ഭാഗമായിട്ട് കലയെ ബന്ധിപ്പിക്കുകയാണോ അതോ കലയുടെ ഭാഗമായിട്ട് യാത്രകളെ കൊണ്ടുപോകണോ ചെയ്യുന്നത്? രണ്ടും ഒന്ന് തന്നെയാണ് ഒരു വഴിക്ക്. രണ്ടും ഇറ്റ് മൂവ്സ് ടു. നമ്മളെപ്പോഴും യാത്ര മുന്നോട്ടാണല്ലോ. അതുപോലെ തന്നെയാണ് മ്യൂസിക് എവറി മൂമെന്റ് ഇറ്റ് ഇസ് മുന്നോട്ടുള്ളൊരു ഏർപ്പാടാണ്. അത് തന്നെയാണ് അതിൻ്റെ ത്രില്ലും. കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലും പോയിട്ടുണ്ടാവും. എന്താണ് അങ്ങനെ നമ്മുടെ ഒരു ദേശത്തിൻ്റെ, ഞാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് അല്ലെങ്കിൽ കേരളം എന്നുള്ളതല്ല, നമ്മുടെ ഒരു കുറേ ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു ലൈഫുണ്ട്. അവർക്കൊക്കെ ട്രഡീഷണലായിട്ട് ഒരുപാട് കലാപാരമ്പര്യങ്ങളുണ്ട്, പുറം ലോകം അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്? ഇത് ഇന്ത്യയിൽ ഇപ്പോൾ മ്യൂസിക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എത്നിസിറ്റി എന്ന് പറയുന്നതിനനുസരിച്ച് മ്യൂസിക് മാറിക്കൊണ്ടിരിക്കും. ടോണൊക്കെ മാറും. ഇപ്പോൾ മൃദംഗം പോലും ദേശത്തിനനുസരിച്ച് ഇങ്ങനെ സ്കെയിലും ശ്രുതിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈവൻ ഫോർ ദ ക്ലൈമറ്റ്. അപ്പോൾ അതാണ് ഇത്. എവറിത്തിങ് ഓൾമോസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് വെരി മച്ച് ഇൻ ടച്ച് വിത്ത് എത്നിസിറ്റി. നമ്മൾ അതാത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പദ്ധതിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ജൈവ സ്വഭാവം ഉണ്ടായിരുന്നു. അതൊരു വലിയ എനർജിയാണ്. ഇനി കുറച്ച് പഴയൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഏത് കാലം മുതലാണ് ഇത്തരം കലയോടൊരു അഭിനിവേശം തോന്നി തുടങ്ങിയത്? കോഴിക്കോട്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്കാലത്തുണ്ടാവും, എങ്കിലും പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് താങ്കൾ? ഞാൻ എൻ്റെ ഫാദർ ഒരു ഓട്ടോമൊബൈൽ മാനേജറായിരുന്നു ഇവിടെ, ശക്തി ഓട്ടോമൊബൈൽസ് എന്ന് പറയും. ഐ വാസ് ബ്രോട്ട് അപ്പ് ഇൻ എ ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ. എൻ്റെ വീട്ടിൽ AR സീനിയറായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. സോ അങ്ങനെ വീടൊരു ഡ്വെല്ലിംഗ് പ്ലേസ് ആയിരുന്നു. ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ് കമ്മിങ് ഇൻ വർക്കിംഗ്. അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് തന്നെ ഇങ്ങനെ ഇത്തരം ആളുകളുടെ ഇടയിലാണ് ഐ എം ലിവിങ് വിത്ത്. അച്ഛനാണോ താങ്കളെ ഈ ഫീൽഡിലേക്ക്? യെസ്. പിന്നെ ഗുരുക്കന്മാരൊക്കെയായിരുന്നു ഇങ്ങനെ പഠിക്കാനുള്ളത്? തുടങ്ങിയത് പുതുക്കോട് കൃഷ്ണൻ്റെ അടുത്താണ്. പുതുക്കോട് കൃഷ്ണൻ്റെ അടുത്ത് തുടങ്ങി. അവിടുന്ന് പിന്നെ അഡ്വാൻസ് സ്റ്റഡീസ് ഇവിടെ പോയി, കലാമണ്ഡലത്തിൽ. 10ാം ക്ലാസ് കഴിയുമ്പോൾ കലാമണ്ഡലത്തിൽ പോയി. അതതിൻ്റെ സുവർണ്ണകാലത്താണ് 70കൾ എന്ന് പറയുന്നത്. നല്ല സമയത്തായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഗവൺമെൻറ് മൊത്തമായിട്ട് ഏറ്റെടുത്തൊരു സമയത്തല്ല. പിന്നെ അവിടുന്ന് പിന്നെ അഗെയിൻ പഠനം തുടർന്നു. അത് ചെന്നൈ പോയി കാരക്കുടി മണി സാറുടെ അടുത്ത് കുറേ കാലം, KV പ്രസാദിൻ്റെ അടുത്ത് പഠിച്ചു. അങ്ങനെ ഒരുവിധം ഈ മേഖലയിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. സംഗീതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് പല കാര്യങ്ങളും പല തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് സംഗീതത്തെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏരിയ അതെങ്ങനെയാണെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിഞ്ഞത്? നമുക്കൊരു ഗുരു പരമ്പരയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പഠിച്ചത് സിസ്റ്റമാറ്റിക്കായിട്ട് മണിയേർ ബാണി എന്ന് പറയും. കേരളത്തിൽ മൃദംഗ ബാണിയിലൊരു വളരെ പ്രധാനപ്പെട്ട ബാണിയാണത്. അങ്ങനെ ഒരു സ്റ്റൈലൈസേഷൻ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഐ നോ മൈ മീഡിയം. ലൈക്ക് അപ്പം എനിക്ക് വേറൊന്നും കണ്ടാലും അങ്ങനെ എക്സൈറ്റഡ് ആവുക എന്നുള്ളൊരു വകുപ്പില്ല.
ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്നൊരു ടേം തന്നെ ഉണ്ട്. ഈ ന്യൂ ജനറേഷൻ ഈ കലകളോട് എങ്ങനെയാണ്, അവർക്ക് ഈ കലകളോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ്? അതിന് പാഷൻ ഇസ് ഗുഡ്. നല്ല കുട്ടികളും അവർക്ക് പാഷനൊക്കെ ഉണ്ട്. ബട്ട് സംതിങ് ഈസ് ലാക്കിംഗ്, ലൈക്ക് ഒരു ഐഡിയോളജി ഇഷ്യൂ ഉണ്ട്, എന്തോ ഒരു എസ്തെറ്റിക് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് ശരിയാവും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഓഫ് ദിസ് ടോട്ടൽ, നമ്മൾ ഈ സിനാരിയോയിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുട്ടികൾക്ക് മാറും. എനിക്ക് ശരിയായിരിക്കാം. കാരണം ഇപ്പോൾ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന നമ്മുടെ കൺസെപ്റ്റിൽ ഒരുപാട് നമ്മളെ ട്രഡീഷണൽ ഓർക്കസ്ട്ര നമ്മളിപ്പോഴും വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ നല്ല സൂചനയാണ്. എനിവേ ഇപ്പോൾ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ എനിക്ക് അവരിൽ വലിയ ഹോപ്പുണ്ട്. ഐ എം വിത്ത് ദം. പക്ഷെ പലപ്പോഴും ഒരുപാട് കുറ്റപ്പെടുത്തുന്നവരും സമൂഹത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് അതൊക്കെ കുട്ടികൾക്ക് അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റും. അതിന് ദേ ആർ റെസ്പോൺസിബിൾ. അത് ശരിയാവും. കലാമണ്ഡലത്തിൽ നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് പഠിച്ചിരുന്നത് തബല, മൃദംഗം, അങ്ങനെ കലാമണ്ഡലത്തിൽ അന്ന് മൃദംഗത്തിന് ആകെ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അന്ന് ഈ കലാമണ്ഡലത്തിൽ മൃദംഗം അത്ര പ്രാധാന്യമുള്ളൊരു വിഷയമായിരുന്നില്ല. ശരിക്കും അന്ന് ഈ ഡാൻസിന് മാത്രം വായിക്കുന്നൊരു പദ്ധതിയായിരുന്നു. അതിനുള്ളൊരു പക്കമേളമായിട്ടായിരുന്നു. അത്ര ഇതായിരുന്നില്ല. പിന്നെ കലാമണ്ഡലത്തിലെ പഠനം പിന്നെ വലിയ സാഹചര്യം എന്താ വെച്ചാൽ ഈ കേരളത്തിലുള്ള എല്ലാ ഈ നമ്മുടെ കേരള കലകളായിട്ട് കൃത്യമായിട്ടും ബന്ധപ്പെടാനുള്ളൊരു വലിയ സാഹചര്യം ഉണ്ടായി. അത് ഏറ്റവും നല്ല ആളുകളുടെ കൂടെ, ഇപ്പോൾ ഗോപിയാശാനും രാമൂട്ടി ആശാനും ഒക്കെ അന്ന് കലാമണ്ഡലത്തിലുണ്ട്. ദ മോസ്റ്റ് ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ഇത് ഇങ്ങനെ പറഞ്ഞറിയുന്നതിനേക്കാളും ഒരുപാട് കൗതുകം ഉണ്ടാവും ഇത് കേട്ടറിയുമ്പോഴുള്ള. അതാണ് നല്ലത്. തബലയും മൃദംഗവും മാത്രമല്ല, പക്വാജ്, ഡോലക് തുടങ്ങിയ ഉപകരണങ്ങളിലും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു അത്തരം കാര്യം? കാരണം അത് പൊതുവെ നമ്മുടെ സംസ്കാരത്തിലേക്ക് അത്രത്തോളം എഴുകി ചേർന്നിട്ടില്ല തോന്നുന്നു. ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അതായത് എൻറ്റിറ്റിക്ക് വായിക്കാനുള്ളൊരു ഇതില്ല ഇവിടെ. നമുക്ക് ഇപ്പോൾ പക്വാജ് എന്നൊക്കെ പറയുന്നത് വളരെ ദ്രുപദിനൊക്കെ കൂടെ വായിക്കുകയും കഥകളൊക്കെ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് സച്ച് പോപ്പുലറൈസ്ഡ്. അത് ശരിക്കും വളരെ കുറച്ച് ആൾക്കാരെയുള്ളൂ ചെയ്യുന്നത്. അങ്ങനെ മാത്രമല്ല ഇപ്പോൾ ഈ എല്ലാ നമ്മുടെ ഫോക്ക് എൻറ്റിറ്റിയിലും ഇപ്പോൾ വരുന്ന വാദ്യങ്ങൾ ഇൻഡസ്ട്രിയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലൈക്ക് എവറിബഡി, റഹ്മാൻ ആൻഡ് ഓൾ ഈസ് ഡൂയിങ് ദാറ്റ്. എല്ലാവരും എടുക്കുന്നുണ്ട് ഇപ്പോൾ. അല്ല, ഇത് ഇവിടുന്ന് പഠിച്ചതൊക്കെ ശരിക്കും ഞാൻ യാത്രകൾ തന്നെയാണ്. അത് ഇപ്പോൾ ഒരുപാട് അതാത് ആളുകളുടെ കൂടെ നിന്നിട്ടൊക്കെ തന്നെ പഠിച്ചെടുത്തതാണ്.
ഏതായാലും ഇന്നത്തെ ന്യൂസ് വൺ മോർണിംഗിൽ അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. യാത്രയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ യാത്രയോടൊപ്പം കലയെയും യാത്രയെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന താങ്കളെപ്പോലുള്ള കലാകാരന്മാർ തങ്ങളുടെ സംരംഭമായ കഹേ കബീർ വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി.